കേരളത്തിലെ പ്രകൃതി ക്ഷോഭവും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാജിക്കായി ചെയ്യാൻ പറ്റുന്ന കാര്യമായി ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതും അല്ല ശരി. അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു ഭൂപ്രകൃതി ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ടോപ്പോഗ്രാഫിയിൽ വ്യത്യാസമുണ്ട്. അത് എൻ്റെ മഴയുടെ വരവിലും മഴയുടെ അളവിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. അത് നാഷണൽ ഏജൻസി നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിയമസഭയിൽ അത് പ്ലേസ് ചെയ്തതുമാണ്. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ട സമയത്ത് അല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് വരുത്താൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാർ വേണ്ടത്ര അവതാരത്തിലൂടെ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് നേരത്തെയും നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കെ ജി താര എന്നെക്കാൾ ഇതിന് എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ്. കെ ജി താരക്ക് അറിയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് ജെ എസ് അടൂരിനൊക്കെ അറിയാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ 10-50 വർഷങ്ങൾക്ക് മുമ്പ് പെയ്ത മഴയേക്കാൾ നോക്കുമ്പോൾ അത്ര വലിയ മഴയാണ് എന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ പണ്ടും ഇതിനു മുമ്പ് മഴ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഇത്തരം പ്രശ്നങ്ങളില്ല. കാരണം എന്താ? പണ്ടത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി മഴയുടെ നീരൊഴുക്ക് തടസ്സമില്ലാതെ പോകാനുള്ള സംവിധാനം പണ്ട് കാലം മുതൽ കേരളത്തിലുണ്ടായിരുന്നു. ആ നീരൊഴുക്ക് തടസ്സം കൂടാതെ പോകുന്ന സാഹചര്യത്തിൽ നിന്ന് അവിടെ തടസ്സമുണ്ടായിരിക്കുന്നു, അവിടെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. പുഴകളിൽ 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് മാത്രമല്ല, നാസയുടെ റിപ്പോർട്ട് അനാലിസിസ് നമുക്കെല്ലാം പുറത്ത് വന്നിട്ടുള്ളതാണ്. നിയമസഭയിലും പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലെല്ലാം വളരെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പോലും പറഞ്ഞത് എന്താ? പുഴകളിൽ മണ്ണടിഞ്ഞിരിക്കുന്നു, ചളി അടിഞ്ഞിരിക്കുന്നു, മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നു, പാറക്കഷ്ണങ്ങൾ, വലിയ വലിയ പാറക്കഷ്ണങ്ങളടക്കം വലിയ ആഴമുള്ള പാറകൾ പോലും അടിഞ്ഞ് അത് പൂർണ്ണമായും അത് എന്താ പറയുക 1, 2, 10, 5, 10 അടികൾ മാത്രം നിലനിൽക്കുന്ന ആഴം മാത്രമായി ഈ 10-40 അടിയുള്ള പുഴകൾ മാറിയിരിക്കുന്നു. ഫലം എന്താണ്? മഴനിരകളിൽ വരുന്ന മഴവെള്ളം അത് ഒലിച്ച് കടലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ പല സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പുഴകൾ കടലിലേക്ക് പതിക്കുന്ന പുഴകളുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ പുഴകളുടെ ഗതിക്ക് എന്താണ് മാറ്റം വന്നത്? നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇവിടെ പരിസ്ഥിതിവാദികളും മറ്റുമൊക്കെ വിവിധങ്ങളായ ആവശ്യമില്ലാത്ത അനാവശ്യമായ പ്രശ്നങ്ങൾ പറഞ്ഞ് അത് ലെജിസ്ലേഷനിൽ പോയി കോടതിയുടെ ഇടപെടൽ ഉണ്ടായി മുന്നോട്ട് പോയപ്പോൾ ഭാരതപ്പുഴ അടക്കം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ചാലിയാർ പുഴ അടക്കം, അല്ലെങ്കിൽ കോരപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ മണ്ണ് പൂർണ്ണമായും മണലുകളും അതും വന്ന് പുഴ പൂർണ്ണമായി അടയ്ക്കുന്ന അവസ്ഥയാണ്. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പ്രതിനിധാനം ചെയ്ത ചാലപ്പുറം, അത് കനോലി കനാലിൻ്റെ വൃഷ്ടിപ്രദേശമാണ്. ആ കനോലി കനാലിൻ്റെ പോകുന്ന പ്രദേശമാണ്. കനോലി കനാൽ എന്ന് പറഞ്ഞാൽ കോരപ്പുഴയും കല്ലായിപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പണ്ട് കനോലി സാഹിബ് ഉണ്ടാക്കിയ ഒരു വലിയ ദീർഘദൃഷ്ടത്തിലുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയിൽ കൂടെ ആ സമീപഭാഗത്ത് വരുന്ന മുഴുവൻ മഴവെള്ളങ്ങൾ കൂടി 2 പുഴയിലേക്ക് പോകണം. കഴിഞ്ഞ തവണ എന്താ ഉണ്ടായത്? കോരപ്പുഴ പാലവുമായി ബന്ധപ്പെട്ട് അവിടെ വെള്ളം കെട്ടിമുട്ടിക്കുന്ന അവസ്ഥയുണ്ടായി. കല്ലായിപ്പുഴയിൽ അഴിമുഖത്ത് പുഴ മണ്ണിടിഞ്ഞു. ഫലം എന്തായി? ആ വെള്ളം 2 വരയിലേക്ക് പോകാനിട്ടായി ഇല്ല. എന്ന് മാത്രമല്ല, ഞാൻ നിൽക്കുന്ന വീട് വരെ കഴിഞ്ഞ 50 വർഷമായി വെള്ളം കയറാത്ത ഞാൻ നിൽക്കുന്ന വീട് വരെ 2018-19 വെള്ളം കയറി. അപ്പോൾ ഞാൻ ഉദാഹരണമായി പറയും. ഇത് തന്നെയാണ് പല നദീതടങ്ങളിൽ ഉള്ള സാഹചര്യങ്ങൾ. അതാണ് റാന്നിയിലും ആറന്മുളയിലും ഒക്കെ ഉണ്ടായ സാഹചര്യമാണ്. അപ്പോൾ അതിന് ശാസ്ത്രീയപരമായി കഴിഞ്ഞ 10 വർഷം ഉണ്ടായത് ഗവൺമെൻറ് കാലങ്ങൾ അവർക്ക് വെളിച്ചത്ത് കൊണ്ടുവന്ന നഗ്നമായ സത്യങ്ങൾ പോലും, അല്ലെങ്കിൽ അതിന് കറക്റ്റ് ചെയ്യേണ്ട മിഷനറി പോലും. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇത് 1 വർഷം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ തീർക്കേണ്ട കാര്യമല്ല. വർഷങ്ങളെടുത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികൾ പോലും നടപ്പിലാക്കിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ് എന്താണ് പറയുന്നത്? അടിസ്ഥാന റൂട്ട് കോസ് ഡാം മാനേജ്മെൻറ്റിലെ തടസ്സമാണ്, റിവർ മാനേജ്മെൻറ്റിലെ തടസ്സമാണ്.